ഇത് ആസ്കിനത് 85,000 കേട്ടോ. 85,000 ആണ് ഈ വണ്ടിക്ക് ഡിക്കിൾ ചോദിക്കുന്നത്. ഡീസൽ വണ്ടി എന്തായാലും കുറച്ച് കൊടുക്കും. ആസ്കിനത് 190 ആണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാർ വിളിച്ചോളി. 190 വെച്ചാണ്ട് വില കുറച്ച് കൊടുക്കും. 10 കുറച്ച് കൊടുക്കും. ഇവിടെ ആസ്കിനത് 1.25 ആണ്. റേറ്റ് മാറ്റം വെച്ച് കൊടുക്കട്ടോ. 1.25 കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങൾ എത്ര കയറുന്നല്ലേ? അത് 7 സീറ്റ് വണ്ടിയാണ്. 7 8 ഇന്ന് അടിച്ചു പൊളിച്ചിങ്ങനെ പോകാല്ലേ. 18 കിലോമീറ്റർ മൈലേജും കിട്ടും. ഇൻഷുറൻസിന്റെ എമൗണ്ട് കുറവാണ്. ഒരുപാട് മെച്ചമുണ്ട്. അങ്ങനെ കുറെ മെച്ചങ്ങളുണ്ട്. 18 ലക്ഷം വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 18 ലക്ഷം വരെ ലോൺ കയറും. ലോൺ കിട്ടുന്ന വണ്ടിയാണ്. അതാണ് നമ്മൾ 14 ലക്ഷം രൂപ കൊടുക്കുന്നത്. ആസ്കിനത് 4 ലാഖ് ആണ്. നമുക്കൊരു 3 ഫിനാൻസ് കൊടുക്കാം. 3.5 ഫിനാൻസ്. 3 ലക്ഷം വരെ മാക്സിമം ലോണും കയറും. ഒരു 50,000 മുടക്കില് വീണ്ടും ഒരു 7 സീറ്റ് വണ്ടി ഇറക്കാല്ലേ. നമുക്ക് 1.5 കൊടുക്കാം. 1.5 ലക്ഷം രൂപയ്ക്ക് സ്കോർപ്പിയോ കൊടുക്കാം. ഫുൾ പക്ക ക്ലിയർ വണ്ടി. 2002 മോഡലാണ്. 2 ലാഖ് ചോദിക്കുന്നത്. റേറ്റ് കൊടുക്കാം. 2 മോഡൽ 2 ലാഖ് വെച്ചാൽ കുറച്ച് കൊടുക്കും. 26 വരെ പേപ്പറും കാര്യങ്ങളും എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടി അല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഒക്കെ അപ്പോ നമ്മളങ്ങനെ വീണ്ടും 3ാമത്തെ എപ്പിസോഡായിട്ടാണ് വീണ്ടും എത്തിക്കേണ്ടത്. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി തറയിട്ടുള്ള കേസ് കാർസിലാണ് 2 എപ്പിസോഡ് ചെയ്തു. 3ാമത്തെ ലാസ്റ്റ് എപ്പിസോഡാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ മാക്സിമം ലോൺ വണ്ടികളാണ്. ചെറുവണ്ടികളാണ് കൂടുതൽ. എക്സ്യൂകൾ കൂടുതലുണ്ട്. അതേപോലെ ഫോർച്യൂണർ ഓഫർ വിലയിലുണ്ട്. പജേറകൾ ഓഫർ വിലയിൽ. 7 സീറ്ററിലൊക്കെ 1 ലക്ഷം 1.5 ലക്ഷം വിലയൊക്കെ കിട്ടുട്ടോ. നമ്മളെ കൂടുതൽ മുസഫിറാണ് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഉഷാറാണല്ലേ? തണുത്താണ്ട് ഇങ്ങനെ ലുക്കായിട്ട് വരികയാണല്ലേ. അതാണ് എങ്ങനെ ലൊക്കേഷൻ വരുന്നത്? ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാണ്. കൊണ്ടോട്ടി തറയിട്ടാലാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. ജസ്റ്റ് വാട്സപ്പിലേക്ക് ഒരു ഹായ് ഇട്ടാൽ 2 ലിങ്ക് വരും. ലിങ്കിൽ മൊത്തം കാറ്റലോഗ് ഉണ്ട്. എന്തായാലും കിട്ടും. ഫുള്ള് വണ്ടിയുടെ കിലോമീറ്റർ, ഓണർഷിപ്പ്, ലോൺ ഡീറ്റെയിൽസ്, ഫോട്ടോസ് എല്ലാം കിട്ടും. അപ്പൊ ഫോട്ടോ കിട്ടുമല്ലേ? അപ്പൊ ആവശ്യക്കാർക്കായാലും നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ കഴിയാലല്ലേ. 2 ഫോട്ടോസ് ഉണ്ടാവും. ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ 2ാമത്തെ ലിങ്കിൽ ലൊക്കേഷൻ കിട്ടുമല്ലോ. എത്ര മുതലാണ് വണ്ടികൾ ഇവിടെ തുടങ്ങുന്നത്? സ്റ്റാർട്ടിങ് 10-50 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വണ്ടികൾ വരുന്നുണ്ടല്ലോ അല്ലേ. അൾട്ടോളൊക്കെ എത്ര മുതൽ തുടങ്ങുന്നുണ്ട്? അൾട്ടോ 75 രൂപ അൾട്ടോ ഉണ്ട്. 65,000 വേറെ ഉണ്ട്. 65,000 75,000 85,000 ഉണ്ടല്ലോ അല്ലേ. ഞാനോളൊക്കെ ചെറിയ പൈസ കണ്ടു. ഇന്നോള എത്ര മുതൽ തുടങ്ങുന്നുണ്ട്? ഇന്നോവ അടുത്തൊരു 3.5 രൂപ തുടങ്ങുന്നുണ്ട്. 3 ലക്ഷം മുതൽ ഇന്നോള സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. പിന്നെ ഫുൾ ഓൺ BM ഉണ്ട്. എക്സ്യൂൽ ഫുൾ ഓൺ കൊടുക്കാം. പിന്നെ ഹോണ്ട സിവിക്കുകളൊക്കെ ഉണ്ടല്ലോ. സിവിക് ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. ഒക്കെ മൈവില്ലിന്റെ കളറിൽ വേറെ ഉണ്ട്. അതല്ലാതെ ഫുള്ള് ഫിറ്റിംഗ്സ് ഉള്ള വേറെ അത് വേറെ കൊടുക്കാം. പത്മിനി ഉണ്ടല്ലോ അല്ലെ. പിന്നെ ജീപ്പുകൾ ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ അല്ലെ. ഒക്കെ വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. മുസഫിറോ, അപ്പൊ 3ാമത്തെ എപ്പിസോഡിലല്ല അടിപൊളി പത്മിനി ആയിക്കോട്ടെ അല്ലെ. പത്മിനി അല്ല എന്താ ചൊറുക്കില്ല. ടോയ്ലറ്റിന്റെ കാർ ചെയ്തേക്കാരല്ലേ. എങ്ങനെ മോഡലായിരുന്നാല്? 1995 കേട്ടോ. ഓ, 1995 മോഡൽ. ആൻഗിയർ ആണല്ലേ. നമ്മളെ ആൻഗിലുള്ള ഗിയർ വരുന്നല്ലേ. നല്ല ചൊറുക്കുള്ള അടിപൊളി വണ്ടി. ഫുള്ള് പണിപ്പിച്ച വണ്ടിയാക്കല്ലേ. ചൊറുക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സീറ്റർ കാര്യങ്ങള് ഗിയറാണ് ഈ കിടക്കുന്നത്. ആൻഗിയർ എന്താ ലുക്കില്. ആൻഗിയറൊക്കെ പക്കുണ്ട്. ഒരു ഒന്നുമില്ല. നല്ല ഉഷാർ വണ്ടില്ലേ. ചെക്കന്മാരല്ല അടിപൊളി വണ്ടി. ഞാൻ മോഡൽ 1995 മോഡൽ. പേപ്പർ എത്ര രണ്ടാല്? പേപ്പർ 25-26 പേപ്പർ. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഇപ്പൊ നിലവിലൊരു പേപ്പർ പണി കാര്യങ്ങളൊന്നും ഇല്ല. വർക്കോ കാര്യങ്ങളൊന്നും പെൻഡിങ്. ഫുള്ള് കഴിച്ച വണ്ടിയാണ്. ഫുള്ള് ക്ലിയർ ആണ്. കിലോമീറ്റർ പിന്നെ ഓണർഷിപ്പ് ചോദിക്കണ്ട. നമ്പറിനാണ് വില 6,000 നമ്പർ. ഇതിന് ഫാൻസി നമ്പറാ. 12 6,000 നമ്പർ. ഫുള്ള് ഫാൻസി നമ്പർ. 55 44 61 61 ഒക്കെ ഫാൻസി നമ്പർ ഉണ്ടല്ലേ. 7000. എത്ര വണ്ടിയിൽ ചോദിക്കുന്നത്? ഇതിന് ആസ്ക് ചെയ്യണത് 1.90 ആണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാർ വിളിച്ചോളി. 1.90 വെച്ചാണ്ട് വില കുറച്ച് കൊടുക്കും. 10 കുറച്ച് കൊടുക്കും. നെഗോഷ്യബിൾ ആയിട്ട് 1.90 റെഡി ആയിക്ക് വണ്ടി എടുക്കാം. ഫ്രാൻസ് നമ്പർ 6,000 ആണ്. 1995 മോഡലാണ്. 26-27 പേപ്പർ ഉണ്ടോ? ധൈര്യം പറഞ്ഞു കൊടുക്കാം. പെട്രോൾ എത്ര മൈലേജ് ഇടുന്നത്? ഡീസൽ കേട്ടോ. ഡീസലാണ്. ഹെവി മൈലേജ്. 20 മേലെ ചൂറായിട്ട് മൈലേജ്. എന്തായാലും മൈലേജ് കിട്ടും. പെട്രോൾ അല്ലല്ലേ, ഡീസൽ വരുന്നില്ലേ. 20 മേലെ എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറയാം. അടുത്ത വണ്ടി ടാറ്റന്റെ മനസ്സിലാണത്. ഇൻഡിഗോ. ഇൻഡിഗോ ആണ് അല്ലേ. ഏത് മോഡൽ വരുന്നത്? 2011 മോഡലാണ്. 11 മോഡൽ ഇൻഡിഗോ ആണ്. 26 പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 3ാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വണ്ടിയില്ലേ. കിലോമീറ്റർ കാര്യങ്ങളോ പറ്റുമോ? കിലോമീറ്റർ ഇത് 1 മേലുണ്ടോ? 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കണല്ലേ. ഫോട്ടോ വിൻഡോ വരുന്ന എത്ര വണ്ടികളാണ് ചോദിക്കുന്നത്? ഇത് ആസ്കിനത് 85,000 കേട്ടോ. 85,000 ആണ് ഈ വണ്ടിക്ക് ഡിക്കിൾ വണ്ടി ചോദിക്കുന്നത്. ഡീസൽ വണ്ടി എന്തായാലും കുറച്ച് കൊടുക്കും. ഇപ്പൊ ലോൺ എത്ര കയറും? ലോൺ കിട്ടില്ല. റെഡി കായ്ക്ക് ഇൻഡിക്കോ ഇറക്കാം അല്ലേ. 11 മോഡലാണ്. 26 വരെ എല്ലാ പേപ്പറും ക്ലിയറിലാണ്.
ഡീസൽ 18-20 എന്താ മൈലേജ് മൈലേജും കിട്ടും. ഓക്കെ. അതേപോലെ ഫോർഡ് ഫിഗസ്റ്റ് ആണല്ലോ. ഇത് 2007 മോഡല് 8 രജിസ്ട്രേഷൻ 28 വരെ പേപ്പർ ഉണ്ടാവും കേട്ടോ. 8 രജിസ്ട്രേഷൻ 22 വരെ പേപ്പറുള്ള വണ്ടി അല്ലേ? അതും സെഡാൻ വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ? കിലോമീറ്റർ 1.35 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള് മൂന്നാമത്തെ ഓണർഷിപ്പ് കേട്ടോ. ഇല്ലല്ലോ അല്ലേ? റീപ്ലേസുകൾ എന്നാല് ഒന്നുമില്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, തൊട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണെന്നാല്? ഇതിവിടെ ആസ്കിണത് 1.25 റേറ്റ് നീ മാറ്റം വെച്ച് കൊടുക്കട്ടോ. 1.25 കുറച്ചാൽ കൊടുക്കും. ലോണ് കാര്യങ്ങൾ എത്ര കയറുന്നാല്? ലോണ് കിട്ടില്ല, റെഡി കായ്ക്ക് ഇറക്കാം. 1.25 ഇറങ്ങാല് എന്തായാലും കുറച്ച് കൊടുക്കലുണ്ടോ? മാറ്റം വെക്കണം. റെഡി പൈസ വണ്ടി ഇറക്കാം. ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി അല്ലേ? ഇത് ഡീസൽ അല്ല എന്റെ? ഡീസൽ. എത്ര മൈലേജ് കിട്ടും? 20 മേലെ മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? അതേപോലെ ഹോണ്ട സിറ്റി ആണല്ലോ. ഇത് 2008 മോഡൽ വണ്ടിയാണ്. നമുക്ക് 1.60 കൊടുക്കട്ടോ. 1,60,000 ഹോണ്ട സിറ്റി എല്ലാവരും ക്ലിയറാ? ഓ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.45 1.40 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര ഉണ്ടോ? സെക്കൻഡ് നിലയുള്ളത്. റീപ്ലേസുകൾ എന്നാല് മെയിൻ ക്ലാസ് വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ അല്ലേ? ഹോണ്ട സിറ്റി മാനുവൽ ആണ് വരുന്നത്. എത്ര ചോദിക്കുന്ന റേറ്റ് പറഞ്ഞേ? ഇത് 1.60 ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. റെഡി ആയിക്കൽ ഇറക്കാൻ പറ്റുള്ളൂ. ലോൺ ചെല്ലോ. പെട്രോൾ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? ഇതിനൊരു 14 ആ ലെവലിലെ മൈലേജിന് കാര്യം പറഞ്ഞു കൊടുക്കും ചെയ്യാറല്ലേ? അതേപോലെ എല്ലാം അടിപൊളി ഇൻഡിക്കോണത്. ഇത് മാൻസ 13 മോഡൽ മാൻസ കേട്ടോ. പെട്രോൾ ആണ്. 33-36 ആണ് വരുന്നത് അല്ലേ? ഫുൾ ഓപ്ഷൻ എയർ ബാഗുകളുണ്ട്. എയർ ബാഗ് വരുന്നത്? എയർ ബാഗുകളുണ്ട്. ഓ, എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? പെട്രോൾ അല്ലേ? കിലോമീറ്റർ 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ. കറക്റ്റ് ആട്ടാ 70,000 ആയിരിക്കും. തട്ടുമുട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ടോ? അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ? എത്ര വണ്ടികൾ ചോദിക്കണ്ടേ? ഇതിൽ 1.60 കേട്ടോ ചോദിക്കണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. ലോൺ കിട്ടൂല. ലോൺ കിട്ടൂല. റെഡി ആയിക്ക് വണ്ടി ഇറക്കാം. ടാറ്റന്റെ വണ്ടി ആകുമ്പോൾ ലോണൊന്നും ചെയ്തിട്ടില്ലേ? ലോൺ കിട്ടില്ല. റെഡി ആയിക്ക് വണ്ടി ഇറക്കാം. ഇത് പെട്രോൾ ആകുമ്പോൾ മൈലേജ് കിട്ടും. അതിനൊരു 10-12 മൈലേജ് എന്തായാലും കിട്ടും ചെയ്യല്ലോ. വേറെ പണികളൊന്നും ചെയ്യല്ലോ നിലവിലൊന്നുമില്ല കേട്ടോ. അടുത്ത വണ്ടിയെല്ലാം അടിപൊളി 7 സീറ്റ് എർട്ടിക്ക ആണല്ലോ. 3 എർട്ടിക്ക ഉണ്ട്. 3 എർട്ടിക്ക ഉണ്ട്. 3 കളറിലല്ലേ? എന്നാ വെള്ളം എങ്ങനെ? 2012 ZDI ആണ്. ഫുൾ ഓപ്ഷൻ 12 ZDI ആണ്. ഏറ്റവും ഫുൾ ഓട് വണ്ടിയാണ്. ഇതിന് മേപ്പടിഞ്ഞ് ഫുൾ ഓടില്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.58 കേട്ടോ. 1.55 1.58. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് 3rd or 4th ആണ്. 3-4 ആണ്. 3-4 ഓണർഷിപ്പ്. എല്ലാം വരുന്നുണ്ട്. ഫുൾ പക്ക വണ്ടി അല്ലേ? ഫുൾ ഓട്. അത് 7 സീറ്റ് വണ്ടിയാണ്. 7-8 അടിച്ചു പൊളിച്ചിങ്ങനെ പോകാല്ലേ? 18 കിലോമീറ്റർ മൈലേജും കിട്ടും. ഇൻഷുറൻസിന്റെ എമൗണ്ട് കുറവാണ്. ഒരുപാട് മെച്ചമുണ്ട്. അങ്ങനെ കുറെ മെച്ചങ്ങളുണ്ടല്ലേ? പിന്നെ മാരുതിന്റെ വണ്ടിയാണ്. റീസെൽ വാല്യൂ ഉണ്ടാവും. അതും ഉണ്ട്. എങ്ങനെ പോയാലും മെച്ചാണ് അറിഞ്ഞില്ലേ? ഇത് വീഡിയോയിലായിരുന്നേ ZDI ഉണ്ട് അല്ലേ? മൈലേജ് എത്ര കിട്ടുന്നല്ലേ? 18 സുഖമായിട്ട് കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ലോൺ എത്ര കയറുന്നല്ലേ? ലോണിന് 4.20 ചോദിക്കുന്നുണ്ട്. ഒരു 3.5 ഫിനാൻസും കൊടുക്കാം. 4.20 3.5 ലോൺ കയറും. ഒരു 60,000-70,000 വരെ മാക്സിമം ലോൺ ചെയ്യാലോ അല്ലേ? 50,000 മുടക്കിൽ നമുക്ക് ഇറക്കാം. ട്രൈ ചെയ്തോളൂ. അതേമാതിരി വീണ്ടും എർട്ടിക്കാണല്ലോ. ഇത് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. 13 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഫാൻസ് നമ്പർ 11 13 13 ഫാൻസ് നമ്പർ അല്ലേ? എല്ലാം ഫാൻസ് നമ്പർ. ഇത് കിലോമീറ്റർ ഓടിക്കണത്? ഇത് 2012-13 വണ്ടിയാണ്. കിലോമീറ്റർ 1.26 കേട്ടോ. 1.26 ഓടിക്കുന്നത്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നിലവിലല്ലേ? റീപ്ലേസ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അതിന്റെ ബാക്കിലെ ഡിക്കിന്റെ ഗ്ലാസ് മാറി വേറെ പ്രശ്നങ്ങളൊന്നും. അതൊക്കെ ഗ്യാരണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? ഇതോടെ ആസ്കിണ്ടത് 4 lakh ആണ്. നമുക്കൊരു 3 ഫിനാൻസ് കൊടുക്കാം. 3.5 ഫിനാൻസ്. 3-3.5 ലക്ഷം വരെ മാക്സിമം ലോണും കയറും. ഒരു 50,000 മുടക്കില് വീണ്ടും ഒരു 7 സീറ്റ് വണ്ടി ഇറക്കാല്ലേ? അതും ഫാൻസി നമ്പറാണ്. 13 ഫാൻസി നമ്പർ. അത് 1001 നമ്പർ അല്ലേ? അടുത്ത വണ്ടി വീണ്ടും മെട്രിക്കാണല്ലോ. ഇത് 2012 വീഡിയോ കേട്ടോ. 12 മോഡൽ വീഡിയോ ആണ്. 4 lakh ആണ് റേറ്റ്. സെയിം റേറ്റ് തന്നെയാണ്. നമ്പർ 1200 നമ്പർ അല്ലേ? ഇതും ഫാൻസി നമ്പർ. കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ? കിലോമീറ്റർ ഇത് 1.13 ചോദിച്ചിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓണർഷിപ്പ് 4th നിലവിലല്ലേ? റീപ്ലേസ് ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എത്ര വണ്ടികളാണ് ചോദിക്കുന്നത്? 4 lakh.
4 lakh അത് കുറച്ച് കൊടുക്കും. 3-3.5 ഫിനാൻസും കൊടുക്കാം. 3 ലോൺ കയറോ? 50,000 മുടക്കില് നല്ല അടിപൊളി 7 സീറ്റ് എത്തിക്കണം ഉണ്ടാവും അല്ലേ? വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? നിലവിലൊന്നുമില്ല കേട്ടോ. ഇതിന് ഹിസ്റ്ററി നമ്പർ ചെക്ക് ചെയ്യാം. നമ്പർ നോക്കി ചെക്ക് ചെയ്ത് എടുക്കാം അല്ലേ? അത്ര നമ്മള് പറയുള്ളൂ അല്ലേ? ഡീസലാകുമ്പോ എല്ലാം ഡീസലല്ലേ? 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഓക്കെ. അതേപോലെ നല്ല അടിപൊളി ഹോണ്ട സിവിക് ഉള്ളത്. അത് ഫാൻസംബർ കേട്ടോ. അത് മനസ്സിലാ 2007 ഓ 2008 മോഡലാണ്. 28 വരെ പേപ്പർ നടക്കുന്നത്. 8 മോളിൽ 20 വരെ പേപ്പർ ഉണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇതിന്റെ മീറ്റർ ബ്ലാങ്ക് ആണ്. അതൊന്നും കാണാൻ കഴിയൂല. 3ാമത്തെ ഓണർഷിപ്പ് ആണ് കേട്ടോ നിലവിലുള്ള അല്ലേ? എത്ര രൂപ പണി എടുത്തുള്ളത്? അത് നോക്കാൻ വേണ്ടി വരും. 3-4 ലക്ഷം രൂപ. പ്രൊജക്ട് ലൈറ്റ് ഉണ്ട്, LED ടൈൽ ലാമ്പ് ഉണ്ട്, സ്പോയിലർ ഉണ്ട്, ബക്കറ്റ് സീറ്റ് കാര്യങ്ങള്, മഫ്ലർ ഉണ്ട്, അലോയ് വീൽസ് ഉണ്ട്. ഓ എല്ലാം ചെയ്തോണ്ടല്ലേ? കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ പക്ക ക്ലിയർ ഉണ്ട്. ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തോണ്ടല്ലേ? ഇത് ഓട്ടം പറയില്ലല്ലോ? ഓട്ടന്റെ കാണാൻ കഴിയൂല. ഓണർഷിപ്പ് എത്ര 3ാമത്തെ നിലവിലുള്ള അല്ലേ? എത്ര കൊടുക്കാം? 2.90 ആസ്ക് ഉണ്ട്. നെഗോഷ്യബിൾ ആണ് കേട്ടോ. 2.90 ചോദിച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും. ഇതിന്റെ ഓട്ടോമാറ്റിക് നമുക്ക് 2.60 കൊടുക്കും കേട്ടോ. ഓട്ടോമാറ്റിക് 2.60 കൊടുക്കാം അല്ലേ? 2.90 മയവില്ലിന്റെ കളറുള്ളത് അല്ലേ? പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? 10 കിലോമീറ്റർ ഉദ്ദേശിച്ചാൽ അത്ര ഉള്ളൂ അല്ലേ? 10 കിലോമീറ്റർ മൈലേജ് കിട്ടും. 2.90 ചോദിക്കുന്നുണ്ട്, മറ്റേ 2.60 ചോദിക്കുന്നുണ്ട്. രണ്ടും നെഗോഷ്യബിൾ ആണ്, രണ്ടും റെഡി ആയി കിടക്കാം. അടുത്ത വണ്ടി ഫോർച്യൂണർ അല്ലേ? ഇവിടുന്ന് ഫുൾ എക്സ്യൂവൽ ആണല്ലേ? എങ്ങനെ ഈ ഫോർച്യൂണർ ഡീറ്റെയിൽ നല്ല വിലപ്പാകൽ വണ്ടി കേട്ടോ. വിലപ്പാകത്ത് കൊടുക്കാൻ വണ്ടി മോഡൽ എങ്ങനെ? ഇത് 2009 ഒറിജിനൽ കേരള കേട്ടോ. 9 മോഡലാണ് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 2,20,000 ഓടിക്കുന്നത്. ഇതിന് അറ്റ മൈനസ് ഉണ്ട്. റേറ്റ് ബാധ്യത കൊടുക്കട്ടോ. ചെറിയൊരു മൈനസ് ഉണ്ട്, അതുകൊണ്ട് റേറ്റ് പകുതി ഇറക്കണം കൊടുക്കാം. റീപ്ലേസ് കാര്യങ്ങൾ ക്ലെയിം ഒന്നുമില്ല. ഒരു മെക്കാനിക്കൽ വർക്കും പെൻഡിങ് ഇല്ല. ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. മൈനസ് എന്താ ഓണർഷിപ്പ് 8ാമത്തെ ഓണർഷിപ്പാണ്. അതാണ് മൈനസ്. ആ പ്രശ്നം മാത്രമേ ഉള്ളൂ. 8ാമത്തെ ഓണർഷിപ്പുള്ള വണ്ടിയാണ് അല്ലേ? കിലോമീറ്റർ ഓടിയാണ് കിലോമീറ്റർ 2 ലക്ഷം. 2 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. വണ്ടി ഓടിച്ചാൽ ഒരു മൈനസും പറയാണ്ടാവില്ല. ഉണ്ടാവില്ലല്ലേ? ഓണർഷിപ്പിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. എത്ര വണ്ടിക്കുന്ന ചോദിക്കണവരാണെങ്കിൽ റേറ്റ് നമുക്ക് 8,70,000 കൊടുക്കട്ടോ. 8,70,000 9 മോഡൽ ഫോർച്യൂണർ കൊടുക്കും. ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. ഒറിജിനൽ കേരള വണ്ടിയാണ്. 4x4 ആണല്ലേ? നമുക്ക് 6 ലക്ഷം വരെ ലോണും കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ഓ എന്തായാലും 2 ലക്ഷം 3 ലക്ഷം ആ ലെവലിൽ നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഡീസലാകുമ്പോൾ എന്തായാലും 10 കിട്ടുള്ളൂ മൈലേജ്. 4x4 ആകുമ്പോ വേറെ പണി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എല്ലാം കൊണ്ട് ഉഷാറ്. ആ മൈനസ് ആണ് 8 ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ നല്ല അടിപൊളി പജേറാണല്ലോ ഓൾഡ് ഈസ് ഗോൾഡ്. ഇത് 2013 വണ്ടി കേട്ടോ. 13 ആണ്. ഇത് ഓപ്ഷൻ ആയതുണ്ട്. ഫുൾ ഓപ്ഷൻ ഫുൾ ഓണാണ്. ഫാൻസി നമ്പർ ഉണ്ട് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ? കിലോമീറ്റർ ഇത് 1.68 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസുകളൊന്നുമില്ല. റീപ്ലേസ് ഒരു വർക്കും കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. കിലോമീറ്റർ ഓടിക്കണ്ടേ? കിലോമീറ്റർ 1.62 ഓടിക്കുന്നുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇത് 10 ലക്ഷം ആസ്കതിന് നമുക്ക് 10 രൂപ വില കൊടുക്കാം. 10 രൂപ എടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 10 വണ്ടിയാണ് 10 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഐബിനെ റെറ്റ് അടിക്കണം കുറച്ചല്ലേ? റെഡി കഴിക്കൽ ഇറക്കാനുള്ളൂ. റെഡി കഴിക്കാൻ 10 ലക്ഷം ആസ്കിങ് ആണ്. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും ചെയ്യാലേ? ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അല്ലേ? വേറെ പണി കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഡീസലിന് എത്ര മൈലേജ് കിട്ടും? 10 കിലോമീറ്റർ 10 കിലോമീറ്റർ. ഇതൊക്കെ 10 കിലോമീറ്റർ മൈലേജ് കിട്ടുള്ളൂ അല്ലേ? എക്സിവാമിന് അങ്ങനെയാണല്ലേ? പിന്നെ അടിപൊളി അല്ല അങ്ങനെ ഉണ്ടല്ലേ? ഒക്കെ ഏകദേശം ഒരേ ലെവലാണ്. അടുത്ത വണ്ടി ഫുൾ ഉള്ള അടിപൊളി ക്രിസ്റ്റാണല്ലോ. ഇത് ഓഫറാ? ഓ എല്ലാം 2017 സിംഗിൾ ഓണർ വണ്ടിയാണ് ക്രിസ്റ്റ. പിന്നെ ഓപ്ഷൻ ഏതാ? G4 ആണ്. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ? കിലോമീറ്റർ ഇത് 2 ലാക്ക് ഓടിയിട്ടുണ്ട്. 2 ലാഖ് ഓടിക്കണ്ട 34-30 നമ്പർ ഉണ്ട് അല്ലേ? KL 11 കോഴിക്കോട് അല്ലേ? ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. ഒറിജിനൽ കേരള വണ്ടിയാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് മുമ്പത്തെ 15 ആസ്കിട്ടിന് ഇതിപ്പോ 14 കൊടുക്കട്ടോ. 1 ലക്ഷം കുറച്ചു. 15 ലക്ഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ടുണ്ട്. അത് കുറച്ചുകാണ്ട് 14 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാറല്ലേ? നെഗോഷ്യബിൾ ആണ് കേട്ടോ. റേറ്റ് ഇനി കുറച്ചും കൊടുക്കാറല്ലേ? ലോണ് കാര്യങ്ങളൊക്കെ 18 ലക്ഷം വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 18 ലക്ഷം വരെ ലോൺ കയറും. ലോൺ കിട്ടുന്ന വണ്ടിയാണ്. അതാണ് നമ്മൾ 14 ലക്ഷം രൂപ കൊടുക്കുന്നത്. ബാക്കിൽ ചെറിയ ക്ലെയിം ഉണ്ട്. അതുകൊണ്ടാണ് സർവീസിലുണ്ട്. ഉണ്ടല്ലോ? ടാക്സിലും കൊടുക്കുക, പ്രൈവറ്റാണ് പ്രൈവറ്റിനും കൊടുക്കുക. എങ്ങനെ കൊടുക്കും? ടാക്സ് ആയി കൊടുക്കൂലേ? ടാക്സി വണ്ടി ഓൾറെഡി ഉള്ളത് പ്രൈവറ്റ് ആക്കും കൊടുത്തിട്ടുണ്ട്. ആണെങ്കിൽ ടാക്സിലും കൊടുക്കുക. ടാക്സിലപ്പം പ്രൈവറ്റ് കൊടുത്തു. ഓട്ടത്തിൽ ഓടിയുണ്ടാണ് 2 ലാക്ക് കഴിയുന്നുണ്ട്. എന്തായാലും കറക്റ്റ് ഓട്ടേക്കാരം. സർവീസ് ഉള്ള വണ്ടിയാണല്ലേ?
എന്തായാലും എത്ര മൈലേജ് കിട്ടുന്നത് ഡീസലാകുമ്പോ? ഇതിനൊരു 12 ദിവസമാണ്. അല്ലാതെ കിട്ടുള്ളൂ. ഇന്നോന്റെ മൈലേജ് തന്നെ. അടുത്ത നിസാന്റെ ഇവാലിയ അല്ലേ? നല്ല എൻക്വയറിയുള്ള വണ്ടി കേട്ടോ. ഉഷാറ് വണ്ടി അല്ലേ? 2012 മോഡല് നമ്പറായ വണ്ടിയാണ്. 12 നമ്പർ ഏതാ? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കേട്ടോ. 55 തിരൂരില്ലേ? 126 ഓട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യമൊന്നും കയറിയില്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. എക്സൽ ഓപ്ഷൻ കേട്ടോ. എക്സൽ ആണ് ഓപ്ഷൻ വണ്ടില്ലേ? നല്ല വൃത്തിലുണ്ടല്ലേ? 18-19 മൈലേജ് കിട്ടും. ഡീസൽ എന്തായാലും മൈലേജ് കിട്ടും. ഇൻഷുറൻസ് എമൗണ്ട് കുറവാണ്. ആ, നല്ല സ്പേസ് ഉള്ള വണ്ടി ഉള്ളു. നല്ല സ്പേസ് ഉണ്ട്. കാണാനും ചെറുക്കും ഒരു ബാനല്ലേ? മിനി കാരവനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഒരു മിനി കാരവനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഉപയോഗിക്കാൻ പറ്റിയ വണ്ടില്ലേ? നല്ല അടിപൊളി 7 സീറ്റ് വണ്ടില്ലേ? നല്ല വീതി വിസ്താരമുള്ള ഒരു വണ്ടില്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണത്? ഇത് 3 ലാഖ് കേട്ടോ. 3 ലാഖാണ് ഈ വണ്ടി ചോദിക്കുന്നത്. ഒരു 2-2.5 ഫിനാൻസും കൊടുക്കാം. മാക്സിമം കയറും. 50,000 മുടക്കിൽ നമുക്ക് നിസാന്റെ ഇവാലിയ ഇറക്കാം അല്ലേ? ഡീസലാണ് ഫ്യൂൽ വരുന്നില്ലേ? മൈലേജ് എത്ര കിട്ടും തന്നെ? മൈലേജ് 18-19 സുഖമായിട്ട് നമ്മൾ സണ്ണിലേക്ക് തന്നെ. അതേമാതിരി തന്നെയാണ് അല്ലേ? മെയിൻ്റെനൻസ് കുറവാ? മെയിൻ്റെനൻസ് കുറവാണല്ലോ അല്ലേ? ഓക്കെ. അതേമാതിരി അല്ല അടിപൊളി ഇന്നോവ ആണല്ലോ. ഇന്നോവ 2012 മോഡലാണ്. 12 മോഡൽ ഇന്നോവ G4 ആണ് ഓപ്ഷൻ വരുന്നത്. G4 നമ്പറായ വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ? കിലോമീറ്റർ ഇത് 1.12 ഓടിയിട്ടുണ്ട്. 1.12. ഓണർഷിപ്പ് കാര്യങ്ങള് മൂന്നാമത്തേലോ. വേറെ റീപ്ലേസ് എന്നാല് വേറെ മെയിൻ ക്ലാസ് മാറിയാണ്. വേറെ മേജർ ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര മണി വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്? ഇത് ആസ്കിണത് 690 ആണ്. നമുക്ക് 5 രൂപയ്ക്ക് ഫിനാൻസും കൊടുക്കാം കേട്ടോ. 690 5 ലക്ഷം ലോൺ കയറും. ലോൺ കൊടുക്കാം. 1.5 ലക്ഷം 2 ലക്ഷം നമുക്ക് വണ്ടി എടുക്കാം. ഇന്നോവ ഇറക്കാം അല്ലേ? ഫുൾ പക്ക ക്ലിയർ ആണ്. വേറെ മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അതേമാതിരി വീണ്ടും ഒരു മഹീന്ദ്രന്റെ സൈലോ എങ്ങനെ 2011 മോഡൽ വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. ഒറിജിനൽ കേരള 10 ഒന്നാണ്. തിരുവനന്തപുരം വണ്ടിയാണ് അല്ലേ? മൂന്നാമത്തെ ഓണർഷിപ്പ് 1.78 ഓടിയിട്ടുണ്ട്. KL1 BB ആണല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യമൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. D2 ആണ് ഓപ്ഷൻ വരുന്നത്. D2. ഓക്കെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? ഇതിവിടെ ആസ്കിണത് 2.10 ആണ്. 2011 വേറെ വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. 2.10 ഒക്കെ സെയിം വേരിയന്റ് വരുന്നല്ലേ? ഇത് 2.10 ചോദിക്കുന്നുണ്ട്. അതെ. നമുക്ക് 1.5 ഫിനാൻസ് കൊടുക്കും. 2.10 എന്തായാലും കുറച്ച് കൊടുക്കും. 1.5 ലക്ഷം വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. അതും തിരുവനന്തപുരം വണ്ടിയല്ലേ? KL1 നമ്പർ വരുന്നത്. ഫുൾ പക്ക ക്ലിയർ വണ്ടിയല്ലേ? വേറെ പണി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ പക്ക. ഡീസൽ മാത്രം മൈലേജ് കിട്ടും. 12-13 മൈലേജും കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി ടാറ്റന്റെ ആര്യ അല്ലേ? 2014 നമ്പറായ വണ്ടിയാണ്. 14 നമ്പറായ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1.80 ഓടിയിട്ടുണ്ട്. മൂന്നാമത്തെ ഓണർഷിപ്പ് കേട്ടോ. നിലവിലുള്ള അല്ലേ? റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. തട്ട് മുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം? 2.70 ലോണ് കാര്യങ്ങൾ കിട്ടൂല. 2.70 ചോദിച്ചാണ്ട് റെഡി പൈസ കറക്കാം. ഉറപ്പ് ലോണ് കയറൂല. ടാറ്റന്റെ വണ്ടിയാണ്. അങ്ങനെ മെച്ചണ്ടല്ലേ? 7 സീറ്റ് വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? നല്ല സ്പേസും നല്ല പവർ ഉണ്ട്. ഒരു ഇന്നോവയിൽ പോലെ പവറിൽ പോകാലോ അല്ലേ? ബോഡി കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ. ഇത് ലോണ് കയറില്ല. റെഡി ആയി കറക്കാം. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും. 10 കിലോമീറ്റർ അത്ര കിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അതേപോലെ സ്കോർപ്പിയോ ഉണ്ടല്ലോ. സ്കോർപ്പിയോ 2005 മോഡലാണ്. 5 ഡിസംബർ പേപ്പർ ഉണ്ടാവും കേട്ടോ. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. വേറെ മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? നമുക്ക് 1.5 രൂപ കൊടുക്കാം. 1.5 ലക്ഷം രൂപയ്ക്ക് സ്കോർപ്പിയോ കൊടുക്കാം. ഫുൾ പക്ക ക്ലിയർ വണ്ടി. അടുത്ത വണ്ടി പിന്നെ ബൊലേറോ ആണല്ലോ. ബൊലേറോ അത് 2010 മോഡൽ വണ്ടിയാണ്. 10 മോഡൽ ബൊലേറോ. 25 ലക്ഷത്തിൽ പേപ്പർ എല്ലാ പേപ്പറും ഉണ്ട്. ഇത് ഓപ്ഷൻ അതല്ലേ? ഇത് SLX ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ കാര്യങ്ങളാണ്? കിലോമീറ്റർ 1.13 ഓടിയുണ്ട്. മൂന്നാമത്തെ ഓണർഷിപ്പ് കേട്ടോ. നിലവിലുള്ള അല്ലേ? ഇതിന് വേറെ മേജർ കാര്യങ്ങൾ എല്ലാം കൊണ്ട് ഉഷാർ വണ്ടി അല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? ഇതിനോട് ആസ്കിണത് 3.10 കേട്ടോ. 3.10 ചോദിക്കുന്നുണ്ട്. അതെന്തായാലും കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങള് കയറുമോ? 2 ലാഖ് ചെയ്ത് ലോണ് കയറും. വെറും 2 ലാഖ് എന്തായാലും 1 ലക്ഷം രൂപ വണ്ടി എടുക്കാം. നല്ല വൃത്തിയുള്ള വണ്ടി. 7 സീറ്റ് വണ്ടി. ഡീസലിന് എത്ര മൈലേജ് കിട്ടും? 12-13 മൈലേജും കിട്ടും. ഓക്കെ. അടുത്ത വണ്ടിയെല്ലാം അടിപൊളി ചോപ്പ് ഡസ്റ്റർ ആണല്ലോ. 2012 മോഡൽ 110 ആണ് കേട്ടോ. 12 110 ആണ്. ഓപ്ഷൻ അതെന്റെ RXC E ആണ് എന്റെ. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1.47 ഓടിയുണ്ട്. ഓണർഷിപ്പിന് വരും? ഓണർഷിപ്പ് 4th.
നിലവിലുള്ളല്ലേ? റീപ്ലേസ് ഉണ്ടെന്നാലേ? ഇല്ല മേജർ റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇതിന് 3.38, 2.5 വരെ ഫിനാൻസ് കൊടുക്കും. 3 2 ലക്ഷം ലോണും കയറും. ഓ, എന്നാലും 50,000 മുടക്കിൽ ഇറക്കാൻ പറ്റുമോ? നോക്കാം നമുക്ക് അല്ലേ? കസ്റ്റമർ പറഞ്ഞാൽ മാക്സിമം ലോൺ ആണല്ലോ അല്ലേ? ഡീസലിന് എത്ര മൈലേജ് കിട്ടും? ഡീസലിൽ 16-17 കിട്ടും. മൈലേജും കിട്ടും. ഓക്കെ. അതേമാതിരി കോളീസി ആണല്ലോ? കോളീസി 2002 മോഡലാണ്. 2 ലാക്ക് ചോദിക്കുന്നത്. റേറ്റിന് 2 മോഡൽ 2 ലാക്ക് വെച്ചാൽ കുറച്ച് കൊടുക്കും. 26 വരെ പേപ്പറും കാര്യങ്ങളും. എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടി അല്ലേ? ഓക്കെ. അതേമാതിരി ടവേര ഉണ്ടല്ലോ? ടവേര അത് 2008 മോഡലാണ്. അതും 2 ലാക്ക് തന്നെയാണ്. 2 ലാക്ക്. ഇതൊക്കെ 2 ലാക്ക് വെക്കുന്നുണ്ടല്ലോ, ആവശ്യക്കാരെ വിളിച്ചോട്ടല്ലേ? അതേമാതിരി എൻജോയ് 2013 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് എൻജോയ് വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാ? നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഓ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 2 ലാക്ക്. 2 ലാക്ക് ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കോണല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമല്ല. 18 കിലോമീറ്റർ മൈലേജും കിട്ടും. മൈലേജ് ഉണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ഒരു ഒതുക്കള വണ്ടി. 7 സീറ്റ് വണ്ടി അല്ലേ? എത്ര ചോദിക്കുന്ന റേറ്റ് തന്നെ? ഇത് 2.5 ലക്ഷം. 2.5 ലക്ഷം എന്തായാലും കുറച്ച് കൊടുക്കും. ഇതിന് 2.30 ഇതേ മോളിൽ നമ്മുടെ വേറെ വണ്ടി ഉണ്ട് കേട്ടോ. 2.30 വേറെ ഉണ്ട്. ഈ 7 സീറ്റ് എൻജോയ്ക്ക് എന്താ 2 ലക്ഷം വെച്ചാൽ കുറച്ച് കൊടുക്കാം. ലോൺ കുറപ്പി വണ്ടി റെഡി ആയിക്ക് വണ്ടി ഇറക്കാം അല്ലേ? നല്ല വൃത്തിയിൽ അടിപൊളി എൻജോയ് 2 ലക്ഷം വെച്ചാൽ കുറച്ച് തരാനുള്ള വണ്ടി അല്ലേ? എന്തായാലും 18 മൈലേജ് കിട്ടും. അടുത്ത വണ്ടി സെയിലുള്ള വീണ്ടും 2011 2.10 ആസ്കിംഗ് റേറ്റ് കേട്ടോ. 2.10 ആസ്കിംഗ് അല്ലേ? എന്തായാലും കുറച്ച് കൊടുക്കും അല്ലേ? അതെ. അതേമാതിരി ഈ ടവേര 2 ലാക്ക് കേട്ടോ. 2 ലാക്ക്. ഇതൊക്കെ 2 ലാക്ക് അല്ലേ? ഇത് 2.10, അത് 2 ലാക്ക്. കുറെ വണ്ടികളുണ്ടല്ലോ അല്ലേ? പിന്നെ ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാല് ഫിയസ്റ്റ ഉണ്ട്. 2015 ഫിയസ്റ്റ അവിടെ ഉണ്ടല്ലോ. ഇത് ഫോർഡ് ഫിയസ്റ്റ അല്ലേ? സടാ വണ്ടിയിലെ ഗ്ലോബൽ ഫിയസ്റ്റ. ഗ്ലോബൽ ആണല്ലേ? 2012 മോഡൽ. മോഡൽ ഉണ്ട് അല്ലേ? 4005 നമ്പർ ഉണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.12 ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് 4ാമത്തെ നിലവിലുള്ള അല്ലേ? റീപ്ലേസ് ഉണ്ടെന്നാല്? ഇല്ല ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര നാളെ ഈ അടിപൊളി വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്? 2.30 ചോദിക്കുന്നത്. റേറ്റിൽ മാറ്റം വെച്ച് കൊടുക്കട്ടോ. ഈ വലിയ വണ്ടി കണ്ടപ്പോഴോ എന്തായാലും കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങളൊക്കെ? ലോണ് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? നല്ല പക്ക വണ്ടിയില്ലേ? ഇത് ഡീസൽ ഫീലറിന്റെ? ഡീസൽ. എത്ര മൈലേജ് കിട്ടും? 18-19 മൈലേജ് കിട്ടും. മൈലേജ് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? അതേപോലെ അല്ല, ആ ഷെഡിൽ കുറെ വണ്ടി ഉണ്ടല്ലോ, ആ ടവേരൊക്കെ കൊടുക്കാനുള്ളതാണല്ലേ? വർക്ക്ഷോപ്പാണ് കേരള. നിങ്ങളെ വർക്ക്ഷോപ്പ് ഇതൊക്കെ കേറാനുള്ളതാണല്ലോ അല്ലേ? ഞാനുണ്ട്, ഒരു അൾട്ടീസ് ഉണ്ട്, വർണ്ണ ഉണ്ട്, ഇന്നോവ ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഒക്കെ മാക്സിമം ലോൺ കൊടുക്കും. ഈ മാറ്റി കൊടുക്കാനുള്ള അത് 2005 65 റുപ്യക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ. ഏത് വണ്ടിക്കും വിളിച്ചോട്ടല്ലേ? ഒക്കെ വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചാൽ കറക്റ്റ് കാറ്റലോഗ് കാര്യങ്ങൾ കിട്ടും. വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഹായ് ഇട്ടാൽ മതി, ലിങ്ക് കിട്ടും, കാറ്റലോഗ് കിട്ടുമല്ലോ അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് തരാനൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.